നിങ്ങളൊരു ഫംഗ്ഷനൊക്കെ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലാക്മിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ വളരെ അടിപൊളിയാണ്. 350 ആണ് റേറ്റ് വരുന്നത്. നൈക്കയെന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് വരുന്ന ഒരു ലിക്വിഡ് ഫോമിൽ വരുന്ന എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആകുന്ന ഒരു മീഡിയം കവറേജ് ഒക്കെ തരുന്ന 24 അവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ഫൗണ്ടേഷനാണ് ഈ ഒരു ഫൗണ്ടേഷൻ. അടുത്തത് വന്നിട്ട് ഒരു കൺസീലറാണ്. HD കൺസീലിൻ്റെ 203 റേറ്റ് വരുന്ന മാറ്റ് ഫിനിഷ് വരുന്ന എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള അടിപൊളി ഒരു കൺസീലറാണ്. കൺസീൽ ചെയ്യുന്ന ഡാർക്ക് സർക്കിൾസ് ഒക്കെ കൺസീൽ ചെയ്യാൻ പറ്റുന്ന ഫുൾ കവറേജ് തരുന്ന നമ്മുടെ ഈവൻ സ്കിൻ ടോൺ ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ പ്രൂഫ് സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള ഒരു നല്ലൊരു കൺസീലർ ആണ്. നൈക്കയിൽ നിന്നുമാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമൻറ്റ് ഇടും കേട്ടോ. എല്ലാം കഴിഞ്ഞ് മേക്കപ്പ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ആലോചിച്ചത് കുറച്ച് കഴിയുമ്പോൾ മേക്കപ്പ് എല്ലാം ഫെയ്ഡായി പോകുന്നു. പിന്നെയാണ് ഈ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സിസ് ബ്യൂട്ടിയുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേയുടെ കാര്യം ഓർമ്മ വന്നത്. 246 റേറ്റ് വരുന്ന എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള പാരബൻ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഒരു മേക്കപ്പിനെ ലോക്ക്ഡൗൺ ചെയ്യാനുള്ള അടിപൊളി സെറ്റിംഗ് സ്പ്രേ ആണിത്. മേക്കപ്പ് വറീസിനോടൊക്കെ ഗുഡ് ബൈ പറയാൻ പറ്റുന്ന നോൺ സ്റ്റിക്കി ആയിട്ടുള്ള അടിപൊളി സെറ്റിംഗ് സ്പ്രേ ആണ്. സ്വിസ് ബ്യൂട്ടിയുടെ ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ. എല്ലാ സെറ്റിംഗ് സ്പ്രേയും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. അടിപൊളിയാണ്, എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഞാനൊരു ബ്യൂട്ടി വ്ളോഗറല്ല, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാറുമില്ല, ഫംഗ്ഷന് വേണ്ടി മാത്രം. ടാറ്റ.